السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ആശ്വാസം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തേണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് എത്തിയിടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. ബഹുമാന്യരായ അധ്യാപകരെ, പണ്ഡിതന്മാരെ, സഹപാഠി സുഹൃത്തുക്കളെ, കൽപ്പറ്റ നാരായണൻ രചിച്ച ആശ്വാസം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ആമുഖമായി നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ ചൊല്ലിയത്. ഈ കവിതയിലുടനീളം അദ്ദേഹത്തിന്റെ അമ്മ വേർപിരിഞ്ഞതിലുള്ള നൊമ്പരം കുറിച്ചുകൊണ്ടാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. ഒരു ഉമ്മ തന്റെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്യുന്നത് എന്ന് അക്കമിട്ട് നിരത്തുന്നുണ്ട് അദ്ദേഹം ഈ കവിതയിൽ. ഓരോ ഉമ്മമാരും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്രയെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒരു ആഹ്വാനം എന്ന നിലയ്ക്ക്, ക്ഷമാശ്വാസം എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. മനുഷ്യർക്ക് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകി. ക്ഷീണത്തിനുമേൽ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത്. എന്നിട്ട് അവൻ ഭൂമിയിൽ വന്നതിന് ശേഷം 2 വർഷത്തോളം മുലയൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി കാണിക്കുക. എത്രമാത്രം ത്യാഗങ്ങളാണ് ഓരോ ഉമ്മയും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി സഹിച്ചത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഭൂമിയിൽ അവന്റെ ജന്മം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കിടക്കാനോ, ഒന്ന് ഇരിക്കാനോ, ഒന്ന് നല്ല രീതിയിൽ മറ്റു കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ചെയ്യുവാനോ സാധിക്കാതെ ആ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. വന്നതിന് ശേഷം നാം ഒന്ന് വീണാൽ, നമ്മുടെ കാലൊന്ന് ഇടറിയാൽ അവരുടെ നെഞ്ചു പിടയും. എത്രമാത്രം നമുക്ക് വേണ്ടി സഹിച്ചവർ. ഒരിക്കൽ ഒരു യുവാവ് തന്റെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ആ യുവാവിന് വിദേശത്താണ് ജോലിയുള്ളത്. ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മയാണ് അദ്ദേഹത്തെ വളർത്തിയതും പഠിപ്പിച്ചതും നല്ല ജോലി അദ്ദേഹത്തിന് നേടുന്നത് വരെ അദ്ദേഹത്തിന്റെ പുറകിലായി നിന്നതും. അദ്ദേഹത്തിനൊരു സഹോദരനുമുണ്ട്. മാനസികമായി ചില തകരാറുകളുള്ള, മാനസിക വൈകല്യമുള്ള ആ സഹോദരനും ഉമ്മയും മാത്രമാണ് ആ വീട്ടിലെ താമസമുണ്ടാകാറ്. ഒരിക്കലെ ഉച്ചഭക്ഷണത്തിനായുള്ള കറിക്ക് വേണ്ടി വീടിന് പുറകിലുള്ള ഒരു മുരിങ്ങ മരത്തിൽ നിന്നും ഒരു സ്റ്റൂളിട്ട് മുരിങ്ങ ഇല ഇങ്ങനെ ഉമ്മ പറിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് മകന് രോഗം മൂർച്ഛിക്കുകയും അടുക്കളയിൽ നിന്നും മണ്ണെണ്ണ എടുക്കുകയും ഉമ്മയുടെ ദേഹത്തേക്ക് ഒഴിച്ച് ഒരു തീപ്പെട്ടി കയ്യിൽ ഉരസി പിടിച്ചു നിന്നുകൊണ്ട് ഉമ്മയുടെ മുന്നിലായി നിൽക്കുമ്പോൾ
കത്തിക്കല്ല മോനെ എന്ന് പറയുന്നതിനു മുമ്പ് ഉമ്മയുടെ ദേഹത്തേക്ക് ആ തീക്കൊള്ളി എറിയുകയാണ്. എന്നിട്ട് ബാക്കി വന്ന മണ്ണെണ്ണ ആ വീടിന് മുകളിൽ ഒഴിച്ച് അതിനകത്തേക്ക് ഓടിക്കയറുകയാണ്. സ്വന്തം ശരീരം കത്തിയൊലിച്ച് ആ മാംസമെല്ലാം ഉരുകി ഒലിക്കുന്ന വേളയിലും ആ ഉമ്മ അടുത്ത അയൽവാസികളുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞത്, എന്റെ ദേഹത്തെ അല്പം മണ്ണ് വാരിയിടോ, എന്റെ ദേഹത്തെ ഈ തീയൊന്ന് ശമിപ്പിക്കൂ എന്നല്ല, മറിച്ച് എന്റെ പൊന്നുമകൻ ആ വീടിനകത്തേക്ക് ഓടിക്കയറിയിട്ടുണ്ട്, ആരെങ്കിലും എന്റെ മകനെ രക്ഷിക്കണമേ എന്ന്. സ്വന്തം ജീവനേക്കാൾ സ്വന്തം ശരീരത്തിൽ നിന്നും മാംസം ഉരുകി ഒലിച്ചിട്ടും ആ ഉമ്മ പറഞ്ഞത് എന്റെ പൊന്നുമകനെ രക്ഷിക്കണമേ എന്ന. അതുപോലെയാണ് നമ്മുടെ ഉമ്മമാരും. അവർക്ക് അവരുടെ ജീവനേക്കാൾ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നവർ. ആ ഉമ്മമാരോട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് കടപ്പാടുകളുണ്ട്. വലുതായി കഴിഞ്ഞ് തിരക്കുകൾ വരുന്ന സമയത്ത് ആ ഉമ്മയോടൊന്ന് സംസാരിക്കുവാനോ അതല്ല ആ ഉമ്മയെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉമ്മയോടൊന്ന് കുശലം പറയുവാനോ നമുക്ക് സാധിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഒന്നാലോചിച്ചു നോക്കുക. ചെറുപ്പകാലം മുതൽ നമ്മെ വളർത്തി വലുതാക്കിക്കൊണ്ട് നമുക്ക് ആ ജോലി കിട്ടുന്നതിന് വരെ നമുക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിച്ച ആ ഉമ്മ, അവർക്ക് വാർദ്ധക്യം വന്നപ്പോൾ അവരെ പരിഗണിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ എത്ര നന്ദി കെട്ടവരാണ് നാം. അത്തരം ഒരു അവസ്ഥ വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ടായിക്കൂടാ. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര തന്നെ തിരക്കുകളിലാണെങ്കിലും ഉമ്മയുടെ കാര്യത്തിന് നാം മുന്നോട്ടായി നിൽക്കണം. ഉമ്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ സന്തോഷം കാണണം. കാരണം ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മറന്നുകൊണ്ട് തിരക്കിലായി അകപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു ലഭിക്കാത്ത അവസ്ഥയാവും. കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയില്ല എന്നതുപോലെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നമുക്ക് വലിയ ഖേദമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മുടെ ഉമ്മക്കും നമ്മുടെ ഉപ്പയ്ക്കും വേണ്ടി മാറ്റിവെക്കുക. അവരെ സന്തോഷിപ്പിക്കുവാനും അവരെ തൃപ്തിപ്പെടുത്തുവാനും ആ തൃപ്തി മൂലം നാളെ സ്വർഗം കരസ്ഥമാക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല സ്വാലിഹായ മക്കളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.